അപ്പൊ നമ്മള് വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു. ഡ്രൈവേഴ്സ് ബൾബർ എത്തിയിട്ടുണ്ട്. ഇവിടെ അരിക്കൂട്ടനുണ്ട്, SR ഉണ്ട്, മുതലൂർ അങ്ങാടി എത്തി. ഓക്കെ, ഇവര് നമ്മളെ കൊണ്ടോട്ടി ഇറക്കി, ഇവര് മടങ്ങി പോവാണ്. എന്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഈ ഫോണ് തരക്കടില്ല, ഓട്ടോ നല്ല ക്ലിയർ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചെയ്യാം, ഇതിനാക്കാം നമുക്ക് അല്ലേ. പിന്നെ കോട്ടന്റെ ഫോട്ടോ എടുക്കാൻ വെക്കുന്നുണ്ട്. അതാണ് തല കിട്ടൂല, വാരി കിട്ടൂല. അങ്ങനെ നമ്മള് തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള എല്ലാവരും നമ്മള് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ജേഴ്സി ടീഷർട്ട് അണിഞ്ഞിട്ടുണ്ട്. കുറിക്കോട് മജീദ് സാഹിബ്, KP മജീദ് സാഹിബ് എന്നിവരാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇതാണ് നമ്മുടെ കീശ്ശേരി ടീം. അഷറഫ് മാഷി, സജീർ മാഷി, കുഞ്ഞു മാഷി, AK മുഹമ്മദ് മാഷി. എല്ലാ ആളുകളും പരസ്പരം ബന്ധങ്ങൾ പുതുക്കുകയും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. ഇവരൊക്കെ ഇതിനു മുമ്പും ഒരുമിച്ച് ഇതേപോലെ യാത്ര ചെയ്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം തിരൂർ റെയിൽവേ സ്റ്റേഷനോട് വിട പറയും. നമുക്ക് ഉള്ള ട്രെയിനിങ് 10 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരും. നമ്മുടെ കൂടെയുള്ള അധ്യാപകരെല്ലാവരും അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചപ്പാത്തിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് മറന്ന്, ഇപ്പോൾ ട്രെയിൻ കയറാൻ പോയപ്പോൾ ഇപ്പോഴും ഇവിടുന്ന് മറന്നിനി. ഓർമ്മ ഏതായാലും ഇപ്പോൾ നമ്മുടെ ട്രെയിനെത്തി എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അധ്യാപകർ കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം വന്നു, ഇടാത്തല വരെ നമ്മളെ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സീറ്റ് പിടിച്ചു. മുകളിലാണ് കിട്ടിയത്. AC നേരെ മുകളിൽ തന്നെ ഉണ്ട്. റേറ്റ് എടുക്കാൻ വർക്ക് റേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. യാത്രയിലുടനീളം നമുക്ക് ഇങ്ങനെ ഭക്ഷണമല്ലല്ലോ, ഇത് വളരെ അപൂർവമായിട്ടാണ്. ബാക്കി ഇവിടുന്ന് ആ സാധനം കണ്ടെയ്നറിൽ നമ്മൾ വാങ്ങാൻ കഴിക്കുക ഒഴിവാക്കല്ലേ, വൈറ്റിന്റെ ആവശ്യം നമ്മുടെ മുമ്പിൽ വരുന്നില്ല. അതുകൊണ്ടാണ് വാങ്ങുന്നത് പറയുന്നത്. അതായത് ഈസ്റ്റേൺ തീരത്തിലൂടെയാണ് ഗോദാവരി ഉള്ളത്. ഇവിടെ ഏതോ ഒരു പുഴ കണ്ട് അതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. ഭയങ്കര തർക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ബ്രഹ്മപുത്രയും ഇൻഡസും നിന്റെ പടച്ചോൻ എന്നുള്ളൊരു കല്ലില്ലാർന്നു. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ? അത് വെറും ഒരു കനവാണോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ അതിരുണ്ടാർന്നേ. രക്തം ചിന്തിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോല കോപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ഇല്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, അന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ. അപ്പൊ അവരുടെ തീരുമാനത്തിന് കൂടെ നമ്മൾ നിൽക്കണം. അവസാനത്തെ അപ്പൊ അതാണ്. പിന്നെ പറയാനുള്ളത്, ഇനി ചില ഇടപാടുകളുള്ളവരൊക്കെ
നമ്മുടെ യാത്രയുടെ മധ്യത്തിൽ യാത്രയോടനുബന്ധിച്ചിട്ടുള്ള ഒരു മീറ്റിംഗ് ട്രെയിനിൽ കൂടുകയാണ്. ഈശ്വരിതൊക്കെ അവര് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, കോഴിക്കോടുകാണ് എളുപ്പം. ഈശ്വരിക്ക് എളുപ്പം പിന്നെ കോഴിക്കോടാണ്. ഏതായാലും അത് നമുക്ക് അവിചാരിതമായിട്ടല്ലേ 2 MLA കിട്ടി. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ യാത്രക്ക് ഓക്കെയാണ്. രാവിലത്തെ ഭക്ഷണം നമ്മൾ അവിടുന്ന് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ട്രെയിന് ഏതൊരു സ്ഥലത്ത് പിടിച്ചിട്ടതാണ്. അപ്പം അതിന് ദൂരമായിട്ട് നമുക്കത് മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നുണ്ട്. നല്ല കോടമഞ്ഞും ഒക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച. ചപ്പാത്തിയും ബീഫും ചപ്പാത്തി നോക്കാം. പൊടി ഒന്നാലും ചപ്പാത്തിയും ബീഫുമാണ്. ഗുജറാത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ബീഫൊക്കെ തിന്ന് തീർക്കണം. ട്രെയിനിൽ AC കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓരോ മണിക്കൂറുകൾ ഇടവിട്ട് ആളുകൾ ക്ലീനിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്കായിട്ടൊക്കെ വരുന്നുണ്ട്. റെയിൽവേയിലെ ചായയാണ്, ഭയങ്കര മധുരമാണ്. ബാക്കി നീ ചോദിച്ചോളാം. അല്ല തൊട്ടിയാൻ ഗ്ലാസ് ഫുള്ളാക്കാൻ പറഞ്ഞു. നമ്മുടെ യാത്ര ഇപ്പോൾ ഗോവയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ കേട്ടോ. ഗോവ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മുടെ കൊച്ചി 3 ടയർ AC ആണ്. ഉണ്ടാക്കി നിൽക്കാണ്. ഇപ്പൊ തന്നെ ഇവനെല്ലാം അറിയാം. ഇപ്പം ഇമാമുക്കും വീണ്ടും കാരണം പിന്നെ ഓരോ സ്കെച്ചിലും ഇങ്ങനെ ഇതിങ്ങനെ എങ്ങനെ വിടല്ലേ. ഞാൻ അടുത്ത സമയത്തിന് വേണ്ട ഇമാമുക്കും അതൊക്കെ നിൽക്കാണ്. വേഗം ഉണ്ടാക്കി വിളി ഇമാമുക്കാണ്. ഫ്രഷ് എവിടെ നിന്ന് കിട്ടാന്ന് വെച്ചാൽ ഫ്രഷ് തിന്നാൻ കഴിയുന്നു. ഗോവയിലൂടെയാണ് പോണത്. പക്ഷേ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ കണ്ടാൽ നമ്മുടെ നാട്ടിലുള്ളത് പോലെയുള്ള വൃക്ഷങ്ങളും മരങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. മാത്രമല്ല ഇവരെ ഈ കാണുന്ന മാതിരില്ല. ഓർക്ക് ഒരു സമൂഹം വളരെ ഏതെങ്കിലും പാലത്തിലോട്ടിലോ റിലേഷനിലോ എവിടെയെങ്കിലും ഒക്കെ ഉടനെ താമസിക്കും. ഇത് പണി തീർന്നില്ല തോന്നുന്നല്ലേ പാലത്തിന്റെ? വണ്ടി കാണില്ലല്ലോ. ഉണ്ടോ? ഇത് വേറെ, ഇത് മാത്രം വേറെ. വണ്ടി പോകണ്ടല്ലേ. നമ്മളീ കാണുന്നതൊക്കെ കണ്ടൽക്കാടുകളാണല്ലോ. നമ്മൾ ട്രെയിനിൽ കിടക്കാണ്. നമ്മൾ ഏറ്റവും മുകളിലെ ബർത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു പില്ലോ കിട്ടുന്നുണ്ട്, 2 ബെഡ്ഷീറ്റ്, ചെറിയ ഷീറ്റ് 2 കിട്ടുന്ന ഒരു ബ്ലാങ്കറ്റ്, ഈ കാര്യങ്ങളാണ് നമുക്ക് ട്രെയിനിൽ AC-യിലായതുകൊണ്ട് കിട്ടുന്നത് കേട്ടോ. ഉച്ചഭക്ഷണം എത്തിയിട്ടുണ്ട്. മുട്ട ബിരിയാണി, അതുപോലെ വെജിറ്റബിൾ ബിരിയാണി. കിട്ടിയില്ലേ? അണ്ടല്ല കിട്ടാത്ത ബിരിയാണി
ഉച്ചക്കത്തെ ഭക്ഷണമാണ്. വെജ് ബിരിയാണി. ഇത് മുട്ട ബിരിയാണി ഇല്ല മാഷേ? മുട്ട ബിരിയാണി കണ്ട് ഉഷാറാണ്. നിങ്ങളെ സ്ഥലം പിന്നെയും പോയോ? ആ റെഡി റെഡി. ഭക്ഷണം കണ്ടു മാഷേ? സാറല്ലേ രണ്ടുണ്ട്. ഇത് രണ്ടുണ്ടെന്ന് ഞാൻ അതേ പറയുന്നില്ലേ? നീ എത്ര യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഭക്ഷണം കിട്ടിയില്ല. എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണ്ടോ? ആ വീടില്ലേ? സ്പൂൺ കിട്ടിയില്ലേ? സ്പൂണും വേണ്ട, നമ്മള് പൈസല്ല. പക്ഷെ ഭക്ഷണം കണ്ടു ഉഷാറല്ലേ? അങ്ങനെ നമ്മുടെ യാത്ര സിന്ധുദുർഗ എന്നുള്ളൊരു സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ ഒരു 4-5 മിനിറ്റ് ഉണ്ട്. അപ്പം ഒന്ന് പുറത്തിറങ്ങിയതാണ്. സൽമാഷേ എവിടെ കണ്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. പറയണ്ടോ ഒന്നും ആരും കുടങ്ങില്ല എന്നുള്ളത്. ഇങ്ങനെ വന്നത് വളരെ പ്രധാനമാണ്. അത്രത്തോളം നല്ലൊരു സാധനം അവിടെ ആരും കൊടുക്കില്ല. കാക്കേ കൂടെ വിടെ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ കുഞ്ഞിന് കുഞ്ഞിന് കിടന്ന് കരയില്ലേ പ്രാവേ പോകരുതേ പാവാ കൂട്ടിനകത്താക്കാം പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ജോഡി ജോഡി ഓക്കെ പന്തല് കഴിഞ്ഞാലും പന്തല് കഴിഞ്ഞാലും പന്തല് കഴിഞ്ഞാലും പറഞ്ഞില്ലേ ഉണക്കപ്പുട്ടേ മൈസൂര് പഴം കുട്ടിയാടി കുട്ടില്ലേ അന്നോട് പറഞ്ഞില്ലേ ഉണക്കപ്പുട്ടേ മൈസൂര് പഴം കുട്ടിയാടി കുട്ടില്ലേ ഊരി നിൽക്കണ നേരി വേണമാ വന്ദേ മാരി വന്ദേ മാരി വന്ദേ മാരി വാണ മധുരേ പന്തയത്തിന് പോണ കുതിരേ ബേക്കറിയിൽ കിട്ടണത് ഹൽവ വിൽക്കണ പള്ളിയുടെ പേര് ഹൽവ വിൽക്കണ ഹൽവ വേണമാ സെൽവ വിൽക്കണ ഹൽവ വേണമാ ഹൽവ വിൽക്കണ ഹൽവ വേണമാ പറയൂ. മാഷ് റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഇതെടുത്തത്. LLB നമ്മളെ കൂട്ടത്തിലുള്ള അധ്യാപകനാണ്. റിട്ടയർഡ് ആയതിനു ശേഷം LLB എടുത്തു. പിന്നെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ KSU കോളേജില് പ്രായം കൂടിയ MSF ആണല്ലേ? 60-ാം വയസ്സിൽ MSF വോട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ്.
ഈ ചെക്കന് 25 വയസ്സായി, ആ. ഇത് 26, ആ. ഇവന് 24, ആ. ഇവന് 30. ഇതിന് എത്ര വയസ്സായിട്ടുണ്ടാവും ആ ചെറുക്കന്? അതെ കഴിഞ്ഞ പാട്ടാണ് ഇത്. ആ ഇങ്ങനെയുള്ള പാട്ടാണ്. 59 വയസ്സാണ് എനിക്കപ്പോ. നിങ്ങൾ എവിടെയാണ് പിന്നെ അതേപോലെ തന്നെ മാഷി പിന്നെ കിണറിന്റെ സ്ഥാനം കണ്ടെത്തുക, അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വർഷമായി മാഷെ? 25 വർഷമായി അല്ലേ? എത്ര സൈറ്റുകൾ ഇപ്പോ 26 വർഷമായി. ഒരു 23,000 23,000 കുഴൽക്കിണറുകൾക്ക് സ്ഥാനം കണ്ടെത്തി അല്ലേ? കണ്ടെത്തി. ഇതിന് രണ്ട് കിണറുണ്ട്, കൊൽക്കട്ട മറ്റോ രണ്ടും വ്യത്യാസം. നീ സ്ഥാനം പറഞ്ഞെടുത്ത് വെള്ളം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞേ. പിന്നെ യാത്രയിലുള്ളവർക്കൊക്കെ ആ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാവും. നാഷണൽ അവാർഡ് വാങ്ങിയ ഹെഡ് മാഷാണ് ആ അതെ അതെ, രാഷ്ട്രപതിയുടെ. രാഷ്ട്രപതിയുടെ നാഷണൽ അവാർഡ് വാങ്ങിയ അധ്യാപകനാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഹാരിസ്. 18 രാജ്യങ്ങൾ 18 രാജ്യങ്ങൾ സന്ദർശനം മീൻസ് ആ 2010 പിന്നെ ചൈൽഡ് റൈറ്റ്സ് ഇൻ ക്ലാസ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് ക്ലാസ് റൂം, ആ. കുട്ടികളുടെ അവകാശം ക്ലാസ് മുറിൽ സ്കൂൾ മാനേജ്മെന്റ്. അതിന്റെ ട്രെയിനിങ് സ്വീഡനിൽ 1 മാസം, അതിന്റെ പ്രൊജക്ട് അവതരണം എത്യോപ്യ, അതിന്റെ ഇമ്പാക്ട് സെമിനാർ ബാങ്കോക്ക്, ശ്രീലങ്കൻ സ്കൂളുകൾ വിസിറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഒരുപാട് ഒരു 18 രാഷ്ട്രങ്ങൾ പൈസക്ക് ചെലവില്ലാതെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് അപ്പം എല്ലാം കൊണ്ടൊരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. എങ്ങനെ നമ്മൾ രാത്രി ഭക്ഷണം എത്തിയിട്ടുണ്ട് കേട്ടോ. വേറെന്തോ സർപ്രൈസ് വരാണ്ടെന്ന്. നമ്മളെ രാത്രി ഭക്ഷണമാണ്. ചപ്പാത്തി ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതുപോലെ നല്ല വെജ് കറി ഉണ്ട്. വെജ് കുറുമ, ചപ്പാത്തി, ചിക്കൻ. ഷിയാബ് മാഷ പ്രത്യേകം കൈകളാൽ ഉണ്ടാക്കപ്പെട്ട ചിക്കൻ ചില്ലി. ഹലോ, നമ്മള് വോഗിയിലുള്ള ഒരു രാജസ്ഥാനി ഫാമിലിയിലുള്ള 2 കുട്ടികളാണ് കേട്ടോ. ഒരു എറണാകുളത്താണ് പഠിക്കുന്നത്. ഒരു ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട്. മാഷിന് തൊപ്പി ഉണ്ടാക്കിയ തൊപ്പി കുട്ടിക്ക് കൊടുത്തതാ. സെൽഫി സെൽഫി. മുമ്പുള്ള കഴിഞ്ഞ വർഷത്തെ യാത്രയിൽ പിന്നെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു മാഷെ പെട്ടി അടക്കം പോയിരുന്നു. അപ്പം പല ആളുകളും ചെങ്ങലൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത്തരത്തിൽ നമ്മുടെ സീറ്റിന്റെ താഴെ കെട്ടി വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രം രാജസ്ഥാൻ का नाम रूही, रुचि एंड रुचि रूही, रक्षित। वो तुम्हारा टीचर का नाम क्या है? क्लास टीचर है अंजू मिस। वो अभी छुट्टी केरला में, अभी ओणम का छुट्टी है तो फैमिली राजस्थान जाएगा। हाँ, मैम थोड़ा थोड़ा हिंदी माने, ठीक है? केरला अच्छा है? अच्छा नहीं? क्यों? केरला अच्छा नहीं है? पढ़ाई के लिए अच्छा है, हाँ। जॉब के लिए अच्छा है, हाँ घर के लिए अच्छा है, वेदर के लिए अच्छा है, हाँ। मलयालम के लिए अच्छा है। मलयालम की अच्छा नहीं है? मलयालम नहीं आता, मलयालम नहीं आता? कम कम आता है, ज्यादा नहीं आता। ആ അവന് കുറച്ച് മലയാളം അറിയുള്ളൂ എന്നാ പറഞ്ഞത്, കൂടുതൽ അറിയില്ല എന്നാ പറഞ്ഞത്. ഓൻ്റെ 2 സഹോദരിമാരാണ്, അവൻ്റെ ഫാമിലിയൊക്കെ താഴെയുണ്ട്. ए मम्मी സ്കൂളിൽ കുറച്ച് മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബോലോ ക്യാ? നിന്റെ പേര് എന്താണ്? നിന്റെ പേര് ആദിൽ. ആദിൽ ആദിൽ. ഏത് സ്റ്റേറ്റിലാ? കേരളം. കേരള. ഏത് ഏരിയ? മലപ്പുറം. മലപ്പുറം. ഏത് സ്കൂൾ? മുണ്ടക്കുളം. മുണ്ടക്കുളം. ടീച്ചറാണോ? ആ ടീച്ചറാണ്. ആണോ? ഞാൻ നേരത്തെ സ്കൂളിലെ വീഡിയോ കാണിച്ചു തന്നില്ലേ? എനിക്ക് കാണിച്ചു തന്നോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം എനിക്ക് എൻ്റെ സ്കൂളിലെ വീഡിയോ. ആ. ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുക്കട്ടോ ബോയ്സ്. ഓ പേരെന്താണ്? ഫുൾ പേര് അത് മാത്രമേ അറിയുള്ളൂ? പിന്നെ വേറെന്താ അറിയാ?
रूही रुचि क्या हाँ राजस्थान क्या क्या देखने के लिए क्या क्या है राजस्थान में? സാൻഡ് പൂരാ സാൻഡ് മാഷി കുട്ടികൾക്ക് വേണ്ടി തൊപ്പി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. യൂട്യൂബറാന്നാ പറഞ്ഞത്. നെയിം ഇവന്റെ യൂട്യൂബിന്റെ പേരാണ് കവിത ചോപ്ര. ചായ സബ്സ്ക്രൈബ് ഫോളോ കരേगा. ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചത് എന്നോട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിച്ചേ. പെങ്ങളാണ് മാഷി തൊപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ये क्या बोलेगा? मैलांजी. ये हाथ में क्या मैलांजी मालूम है? वो कौन इटदे है? वो ये वाला पता नहीं वो क्या बोलेगा मलयालम में मैलांजी. हिंदी में क्या है पता नहीं. करीला ना वाले स्कूल में कितना स्टैंडर्ड में? स्कूल में स्कूल जाएगा नहीं है? LKG नहीं UKG. टीचर का नाम क्या है मालूम नहीं? क्या है सॉन्ग मालूम है? सॉन्ग ठीक है. मैं सिंपल कोई रिक्वेस्ट करेंगे भाई हमारे जो मलयालम मालूम नहीं है. बाकी ये जो वर्ड्स पे वो बनाना അറിയില്ലെന്നാ പറഞ്ഞത്. लेट एक होता है लेट है ना पाँच में. हाँ और 5 में लेट है बंद होता है. लेट है म्यूजिक है 5 में लेट म्यूजिक को कम. हमारे हिंदी में क्या बोलेगा? मलयालम में टोपी. हिंदी में क्या है? हिंदी में क्या बोलेगा? मलयालम में टोपी. ये वाला टोपी हिंदी में क्या है? मालूम नहीं. मलयालम में मलयालम मालूम है. ये वाला टोपी है. हिंदी में क्या बोलेगा? नहीं पता. ഇവര് മൂന്നാളും പിന്നെ നല്ല കമ്പനി പോയിട്ടുണ്ട് കേട്ടോ. മാഷാണ് നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റീലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. മാഷ് ഇറങ്ങാറായിട്ട് ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും റീലും കാര്യങ്ങളൊക്കെ എടുക്കാനും വേണ്ടി വീഡിയോ എടുക്കാനും വേണ്ടി ഇങ്ങനെ മനക്കിടാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പനവേലി റെയിൽവേ സ്റ്റേഷനിലാണ്. ഓക്കെ ഇതൊക്കെ നമ്മളെ കൂടുള്ള മാഷന്മാർ തന്നെയാണ്. എല്ലാവരും എണീറ്റ് മാഷ മാഷെ എണീപ്പിക്കാനുള്ള ശ്രമത്തിനാണ്. തെറ്റാ. അപ്പോൾ ഞങ്ങൾ നീണ്ട സമയത്തെ യാത്രയ്ക്ക് ശേഷം അഹമ്മദാബാദ് സ്റ്റേഷനിൽ എത്തിയിട്ടോ.